സാധാരണ ഒരു ചൊല്ലുണ്ട്, ഡോക്ടറോടും വക്കീലിനോടും കൃത്യമായിട്ട് കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയണം എന്നുള്ളത്. അത് അതുപോലെ തന്നെ അതേ കാര്യം അതുപോലെ തന്നെയാണ് ഒരു ഫിനാൻഷ്യൽ ഇൻഷുറൻസ് അഡ്വൈസറോടും പറയാൻ കാരണം, ഇപ്പോൾ ഡോക്ടറോട് കഴിഞ്ഞ മാസം ഡോക്ടറെ അടുത്ത് കൺസൾട്ടിങ്ങിന് വന്ന സമയത്ത് അദ്ദേഹം കുറിച്ച് കൊടുത്തിട്ടുള്ള മരുന്ന് അത് ഒരു മാസത്തേക്കാണ്. അത് കൃത്യമായിട്ട് കഴിക്കണം. രാവിലെ ഭക്ഷണത്തിന് ശേഷം കഴിക്കണം, രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിക്കണം, ഒരു ദിവസം 2 നേരം കഴിക്കേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് മാസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് വരാൻ പറയും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഡോക്ടർ ചോദിക്കും, കഴിഞ്ഞ മാസം എഴുതിയ മരുന്നെല്ലാം കൃത്യമായിട്ട് കഴിച്ചിട്ടില്ലേ? അപ്പോൾ രോഗി പറയുകയാണ്, ഞാൻ കൃത്യമായിട്ട് കഴിച്ചിട്ടുള്ളൂ സാറേ. പക്ഷേ ഇയാൾ കഴിച്ചിട്ടില്ല, യഥാർത്ഥത്തിൽ ഇയാൾ കഴിച്ചിട്ടില്ല. ഇയാൾ ആ പകുതി മരുന്ന് ഇയാളടുത്തുണ്ട്, എന്ന് വെച്ചാൽ പകുതിയെ കഴിച്ചിട്ടുള്ളൂ, ഒരു നേരെ കഴിച്ചിട്ടുള്ളൂ, കൃത്യമായിട്ട് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇയാൾ കളവ് പറയാണ്. അപ്പോൾ ഡോക്ടറോട് പറയാണ്, ഞാൻ കൃത്യമായിട്ട് കഴിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ ഒരു നിഗമനത്തിലെത്തുകയാണ്, അയാൾ കൃത്യമായിട്ട് മരുന്ന് കഴിച്ചിട്ടുണ്ട്, ഞാൻ കുറിച്ച് കൊടുത്ത മരുന്ന് കൃത്യമായിട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഡയഗ്നോസ് ചെയ്ത സമയത്ത് റിസൾട്ട് ഞാൻ വിചാരിച്ച മാതിരിയില്ല. അപ്പോൾ ഡോക്ടർ ആ നിഗമനത്തിൽ കൂടെ ഡോക്ടർ എന്ത് ചെയ്യും, വീണ്ടും മരുന്ന് ഹൈ ഡോസുള്ള മരുന്ന് വീണ്ടും കുറിച്ച് കൊടുക്കും. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ രോഗിക്ക് തന്നെയാണ് കേട് വരുന്നത്, ആ രോഗിൻ്റെ ആരോഗ്യം തന്നെയാണ് നാശമാക്കുന്നത്. അപ്പോൾ ഉള്ളതുപോലെ കഴിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഡോക്ടർക്ക് മനസ്സിലാവും, അതിനനുസരിച്ച് ഡോക്ടർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാതെ കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടാണ് അതിൻ്റെ റിസൾട്ട് വരിക. അത് അധികമായിട്ടോ എന്താ പറയുക, അത് ദോഷം ചെയ്യുക. അതുപോലെ തന്നെയാണ് ഒരു ഫിനാൻഷ്യൽ ഇൻഷുറൻസ് അഡ്വൈസറോടും കാര്യങ്ങൾ പറയേണ്ടത്. അപ്പോൾ നമ്മളെ നിലവിലുള്ള കാര്യങ്ങൾ, ഇൻകം കാര്യങ്ങൾ, നിലവിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയുള്ളത് എല്ലാം കൃത്യമായിട്ട് പറയുന്ന സമയത്താണ്, അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ടാണ്, അതായത് ഡിസ്കഷൻ ചെയ്തതിന് ശേഷമാണ് ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നതെങ്കിൽ ആ പ്രൊഡക്റ്റ് 100% ഭാവിയിൽ എന്ത് ആവശ്യത്തിനാണോ എടുത്തിട്ടുള്ളത്, നമ്മളെ ജീവിതത്തിലെ നീഡ് എന്താണോ, എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്, അത് 100% അത് ഉപകരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ ആകുമ്പോൾ ഒരു ഡോക്ടറോടും വക്കീലിനോടും സത്യസന്ധമായിട്ട് പറയുന്ന പോലെ തന്നെ ഫിനാൻഷ്യൽ കാര്യങ്ങളും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോട് കൃത്യമായിട്ട് പറയുമ്പോഴാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയുള്ള വ്യക്തിക്കാണ് നല്ല ആ ഉദ്ദേശിച്ച കാര്യം ഫലം കിട്ടുള്ളൂ.